നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. 31/3/2026 വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിൻ്റെ മുകളിൽ 40 രൂപ, ഒരു ഭവൻ്റെ മുകളിൽ ഇന്ന് 320 രൂപയാണ് കൂടിയത്. 22 ക്യാരറ്റ് 13,630, ഒരു ഭവൻ 1,09,040. അതുപോലെ 24 ക്യാരറ്റ് 14,869, ഒരു ഭവൻ 1,11,952. അതുപോലെ 18 ക്യാരറ്റ് 11,152, ഒരു ഭവന് 89,216. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിയാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ രാവിലത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുകയാണ്. കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS 4 കിലോ 222, RSS 5 കിലോ 218, ISNR 20 188, ലാറ്റക്സ് സർവശാൻ DRCയിൽ 154 രൂപ 30 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 222, RSS 5 കിലോ 218. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 251 രൂപ 55 പൈസ, RSS 5 കിലോ 251 രൂപ 12 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. എന്തായാലും ക്ഷേമ പെൻഷൻ കിട്ടിയതോടുകൂടി സാധാരണ പാവപ്പെട്ട മനുഷ്യർ വളരെ ഹാപ്പിയായി. മറ്റെല്ലാവരും ദൂർത്തടിച്ച് വെള്ളമടിച്ച് നടക്കുന്നു. 4,000 രൂപയാണ് ഓരോ അക്കൗണ്ടുകളിൽ ഇന്ന്, അതായത് മാർച്ച് 31 കിട്ടി തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ അടുത്ത മാസത്തെ ക്ഷേമ പെൻഷൻ മുൻകൂറായി മാർച്ച് മാസം അവസാനം കൊടുത്തിരിക്കുകയാണ്. മാർച്ച് മാസത്തെ പെൻഷനും ഏപ്രിലിലെ പെൻഷനും ഒരുമിച്ചാണ്, 2 മാസത്തെ ഒരുമിച്ച് 4,000 രൂപ ഇന്ന് കൊടുത്തത്. അതായത് വിഷുവും ഈസ്റ്ററും അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് സർക്കാർ നേരിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ അക്കൗണ്ടിലും കൈകളിലും 4,000 എത്തിയപ്പോൾ അത് വോട്ട് ബാങ്കായി മാറുമോ സർക്കാരിന്? അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ തിരിച്ചടി അടിച്ചതുപോലെ നിയമസഭയിലും തിരിച്ചടിക്കുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ചിഹ്നമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് 2,000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. ഇപ്പോൾ സർക്കാരിൻ്റെ ഇതിൽ കുടിശ്ശികയൊന്നുമില്ല. അതാത് മാസങ്ങളിൽ ഇപ്പോൾ കൃത്യസമയത്ത് കൊടുക്കുകയാണ്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും. മറ്റുള്ളവർക്ക് ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും. ഇപ്പോൾ 4,000 രൂപയാണ് ഓരോ കൈകളിലും എത്തുന്നത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് എന്തായാലും ഒരു ആശ്വാസം തന്നെയാണ്. ഗുളിക വാങ്ങിക്കാനും മറ്റ് കടകളിൽ പറ്റിയ പൈസ കൊടുക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനും ഉടുപ്പ് തുണി അങ്ങനെ വാങ്ങിക്കാനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിയാമെന്നുള്ള ഒരു ചിന്തയാണ് ഈ ക്ഷേമ പെൻഷനിലൂടെ കിട്ടുന്നത്. ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ പണ്ട് കാലങ്ങളിൽ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാത്ത ഇപ്പം മക്കൾ പോലും ഇപ്പം ക്ഷേമ പെൻഷൻ കിട്ടുന്നതോടുകൂടി അവരെ നോക്കുകയാണ്. സാധാരണ ജനങ്ങളും മറ്റും കൊടുക്കുന്ന നികുതി പണങ്ങളാണ് ഇങ്ങനെ ക്ഷേമ പെൻഷൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കോ, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.